വണ്ടിപ്പെരിയാർ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനവുമായി വി ഡി സതീശൻ. ഒരു CPM-കാരൻ കൂടിയായിരുന്ന അർജുനെ CPM പോലീസുകാരുടെ ഒത്താശയോടെ സംരക്ഷിക്കുകയായിരുന്നുവെന്നായിരുന്നു വി ഡി സതീശന്റെ ആരോപണം. വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്നു കെട്ടിത്തൂക്കിയ കേസിലെ കോടതി വിധി ഞെട്ടിക്കുന്നതും നിരാശയിലാഴ്ത്തുന്നതുമാണ്. വിധിന്യായത്തിലൂടെ പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം ചെയ്ത തെറ്റുകളാണ് ഈ പ്രതിയെ വെറുതെ വിടാൻ കാരണമെന്നും വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേസന്വേഷണത്തിലുണ്ടായ മുഴുവൻ പാളിച്ചകളും പ്രത്യേക ജഡ്ജി വിധിന്യായത്തിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തിയത് പിറ്റേ ദിവസമാണ്. എന്നിട്ടും പ്രാഥമികമായ തെളിവുകൾ പോലും ശേഖരിച്ചിട്ടില്ല. വിരലടയാള വിദഗ്ധരെ കൊണ്ടുവന്നിട്ടില്ല. തൂക്കിക്കൊല്ലാൻ ഉപയോഗിച്ച തുണി അലമാരയിൽ നിന്ന് പ്രതി എടുത്തുവെന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ അത് സംബന്ധിച്ച യാതൊരു തെളിവും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു. കേസ് അട്ടിമറിക്കാൻ തുടങ്ങിയ ശ്രമങ്ങളും ബാഹ്യമായ രാഷ്ട്രീയ ഇടപെടലും അന്വേഷിക്കണം. കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഹാജരാക്കിയിട്ടില്ല. മനഃപൂർവ്വം CPM പ്രവർത്തകരായ പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ഗൂഢാലോചന നടന്നു. സർക്കാരും പോലീസും സ്വന്തക്കാരെ രക്ഷിക്കാൻ എന്തും ചെയ്യുമെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇതിലൂടെ സർക്കാർ ആരുടെ കൂടെയാണെന്ന് തെളിഞ്ഞെന്നും സതീശൻ പറഞ്ഞു. വാളയാറിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് പോലീസ് നടത്തിയ ഗൂഢാലോചനയാണ് വാളയാറിൽ പ്രതികൾ രക്ഷപ്പെടാൻ കാരണം. വാളയാറിലേത് വണ്ടിപ്പെരിയാറിൽ സംഭവിക്കരുതെന്നും SC/ST പീഡന നിരോധന നിയമത്തിലെ വകുപ്പ് കൂടി ചേർക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതാണ്. എന്നിട്ടും ആ വകുപ്പ് ചേർത്തിട്ടില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ടയാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് വണ്ടിപ്പെരിയാറിൽ നടന്നത്. മൊബൈൽ ഫോണിലെ തെളിവുകൾ പോലും കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ തയ്യാറായില്ല. CPM പ്രാദേശിക നേതൃത്വമാണ് പ്രതിയെ ഒളിപ്പിച്ചതെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. CPM ജില്ലാ നേതൃത്വമാണ് കേസ് അട്ടിമറിച്ചത്. അറിയപ്പെടുന്ന DYFI പ്രവർത്തകനെ രക്ഷപ്പെടുത്താൻ നടത്തിയ ശ്രമമാണ് വണ്ടിപ്പെരിയാറിൽ നടന്നത്. വിധിന്യായം വന്നിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥനെ സർക്കാർ സംരക്ഷിക്കുകയാണ്. അട്ടപ്പാടിയിലെ മധുവും വാളയാറിലെ സഹോദരിമാരും വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരാണ്. ഈ കേസുകളിലൊക്കെ പ്രതികളായത് CPM-മായി ബന്ധമുള്ളവരാണ്. പാർട്ടിക്കാരെന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കുന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാരെന്നും വി ഡി സതീശൻ പറഞ്ഞു. ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിനുള്ളിൽ 6 വയസ്സുകാരിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് മുതൽ അന്വേഷണം വഴിതെറ്റിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നതായും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. കളിക്കുന്നതിനിടെ ഷാൾ കഴുത്തിൽ കുരുങ്ങിയാണ് മരണമെന്നായിരുന്നു ആദ്യ പ്രചരണം. മരണത്തിൽ ദുരൂഹതയില്ലെന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ വെളിപ്പെടുത്തലും പിന്നാലെ വന്നു. പോസ്റ്റ്മോർട്ടം ആവശ്യമില്ലെന്ന് ബന്ധുക്കൾ പറയുന്നുവെന്നതറിയിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സമ്മർദ്ദവുമുണ്ടായി. എന്നാൽ കുട്ടിയെ ആദ്യം പരിശോധിച്ച വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെ കണ്ടെത്തലാണ് പിന്നീട് വഴിത്തിരിവായത്. കുട്ടിയുടെ ശരീരത്തിലും രഹസ്യഭാഗങ്ങളിലും കാണപ്പെട്ട പാടുകൾ, മുറിവുകൾ എന്നിവ ഡോക്ടർ പലതവണ പരിശോധിച്ചു. പോസ്റ്റ്മോർട്ടം വേണമെന്ന നിബന്ധന വയ്ക്കുകയും ചെയ്തു.